ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു ചതി തെറ്റുകൾ മേൽ വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്യാം. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അഞ്ജലിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ശ്രുതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എന്നാൽ ആ ഒരു സത്യങ്ങളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പല പല കള്ളങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അശോകൻ ആ ഒരു സത്യം മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ അശോകനെ കൊല്ലാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു. അങ്ങനെ ഇനിയും വീണ്ടും ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ശ്യാം. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാതെ അവിടെ ശ്രുതിയും അശ്വിനും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രുതി അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രീതിയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രീതി ശ്രുതിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ അച്ഛന് വയ്യായിരുന്നു എന്നും പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് ശ്രുതി അവിടുന്ന് ഓടി അവിടുന്ന് പെട്ടെന്ന് തന്നെ വരുവാണ്. പക്ഷേ ഈ ഒരു വിവരങ്ങളെല്ലാം ആകാശ് അറിഞ്ഞു. അങ്ങനെ ആകാശ് നേരെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുവാണ്. ഒന്നാമത്തെ കാര്യം, പ്രീതി താനും ഇപ്പോൾ പിണക്കത്തിലാണ്. ആ ഒരു സമയത്ത് എൻ്റെ അമ്മ പ്രീതിയോട് പെരുമാറിയ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് പ്രീതി ഇപ്പോൾ എന്നോട് ദേഷ്യത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പ്രീതിയുടെ അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രീതിയുടെ മനസ്സിലുള്ള ഒരു ദേഷ്യമെല്ലാം മാറ്റാനും പറ്റും, അച്ഛനെ രക്ഷിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാനും പറ്റും. അങ്ങനെ ആകാശ് നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നു. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവിടെ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഈ ആകാശ് വന്നു എന്നറിയാതെയാണ് ശ്യാം അവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നത്. അങ്ങനെ ശ്യാം ഇതേപോലെ മരുന്നെല്ലാം വാങ്ങിച്ച് റൂമിലോട്ട് അശോകനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് ആകാശ് അങ്ങോട്ട് പോകുന്നത് കണ്ടേ. അപ്പോൾ ആകാശിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവിടുന്ന് ഓടി ഒളിക്കുന്നുണ്ട്. പക്ഷേ ആകാശും ശ്യാമും കൂടി കണ്ടുമുട്ടുവാണ്. എന്തായാലും ഇതുവരെയും അശോകൻ എന്താണ് എന്ന് പറയാറായിട്ടില്ല, അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അങ്ങനെ ഈ ഒരു വിവരങ്ങൾ അറിഞ്ഞിട്ട് ശ്രുതി ഓടി വരുന്നുണ്ട്. പക്ഷേ അവിടെ പ്രീതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴും ആകാശന് അവിടെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയല്ലേ പ്രീതി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് പ്രീതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആകാശ് ശ്രമിക്കുവാണ്. എന്നാൽ ആകാശ് പറയുന്നത് കേൾക്കാനോ ഒന്നും പ്രീതി തയ്യാറായില്ല. അങ്ങനെ ചെറിയൊരു ദേഷ്യത്തിൽ പ്രീതി സംസാരിക്കുവാണ്. എങ്കിലും നിന്നോട് എനിക്കൊരു ദേഷ്യവും ഇല്ല, അപ്പോൾ നിന്നെ ആ ഒരു ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അങ്ങനെ പ്രീതിയുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആകാശം നിൽക്കുന്നുണ്ട്. പക്ഷേ ആകാശം ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് ശ്യാമിനറിയാം. അങ്ങനെ ആകാശിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ടും ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ചില തന്ത്രങ്ങളൊക്കെ അവിടെ ശ്യാം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ശ്രുതി ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. പക്ഷേ ശ്രുതിയുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഈ ഒരാഴ്ച കാണാൻ പോകുന്നത്. പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങളും കൂടിയാണ് ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും? ശ്യാമിൻ്റെ ചതികൾ പുറത്താകുമോ? അശോകൻ ഇങ്ങനെ വരാൻ കാരണം യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളൊരു സത്യം പ്രീതിയോ മറ്റുള്ളവരാരെങ്കിലും മനസ്സിലാക്കുമോ? ഈ ശ്രുതിക്ക് ശ്യാമിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ബൈ.